ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ജോഗ്രഫി ചാപ്റ്റർ 1 ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് ആണ് പഠിക്കാൻ പോകുന്നത്. 9ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഒന്നിച്ച് ഒരു ടൂർ പോയാലോ? അത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട ഹിമാലയത്തിലേക്കായാലോ? നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തേക്കുള്ള ആ യാത്ര, അല്ലെങ്കിൽ പാമീർ നോട്ട് മുതൽ പൂർവാചൽ വരെയുള്ള ആ യാത്രയിൽ നിങ്ങൾ ഏവർക്കും പങ്കെടുക്കാം. യാതൊരു ചെലവുമില്ലാത്ത ഈ യാത്രയിൽ നിങ്ങളും പങ്കെടുക്കൂ. നമ്മൾ പോകുന്ന വഴിയിൽ ഉയർന്ന കൊടുമുടികൾ, താഴ്വരകൾ, ഗ്ലേസിയേഴ്സ്, മൗണ്ടൻ പാസസ്, നദികൾ, ട്രിബ്യൂട്ടറീസ്, മേച്ചിൽ സ്ഥലങ്ങൾ, പാർക്ക്, വന്യമൃഗജീവികൾ, ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെയുണ്ട്. ഉയരമുള്ള സ്ഥലങ്ങളിൽ നല്ല തണുപ്പും ഉയരം കുറഞ്ഞ ഇടങ്ങളിൽ തണുപ്പ് കുറഞ്ഞുമിരിക്കും. സാഹസികത ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് തീർച്ചയായും ഈ യാത്ര വളരെയധികം ഇഷ്ടപ്പെടും. മഞ്ഞുമലകളിലൂടെ, മഞ്ഞു മൂടിയ, പച്ചപ്പ് നിറഞ്ഞ, മഞ്ഞ് പെയ്യുന്ന, മഞ്ഞൊഴുകി നടക്കുന്ന തടാകങ്ങളിലൂടെ, മഴ തുടങ്ങി എല്ലാം ആസ്വദിച്ച് നമുക്ക് ഈ യാത്ര തുടങ്ങാം. ടെക്സ്റ്റ് ബുക്കിലൂടെ നമുക്ക് ആ യാത്ര തുടങ്ങാം. അപ്പോൾ നോർത്തേൺ മൗണ്ടൻ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ യാത്രയിൽ ഉടനീളം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ച്. ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ചിൽ പെടുന്നതാണ് ഹിമാലയ. അപ്പോൾ ഹിമാലയത്തിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടുള്ളത്. ഹിമാലയത്തിലുള്ള വൈവിധ്യങ്ങളെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും എല്ലാം ഇവിടെ നല്ല വ്യക്തമായി നല്ലോണം പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ 5ആയി തിരിച്ചിരിക്കുന്നു എന്ന് തുടങ്ങിയാണ് നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ 5ആയി, ടോപ്പോഗ്രഫി അനുസരിച്ച് ഇന്ത്യയെ 5ആയി തരംതിരിച്ചിരിക്കുന്നു. അവ ഏതൊക്കെയാണ്? നോർത്തേൺ മൗണ്ടൻ റേഞ്ച്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, പെനിൻസുലാർ പ്ലാറ്റ്യൂ, ഇന്ത്യൻ ഡെസേർട്ട് ആൻഡ് ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് നോർത്തേൺ മൗണ്ടൻ റേഞ്ച് ആണ്. നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ആണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ച്. ഇപ്പം നിങ്ങൾക്ക് മാപ്പിൽ കാണാം ഏതാണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ച്. ഇറ്റ് ഇൻക്ലൂഡ് സെവറൽ മൗണ്ടൻ റേഞ്ചസ്. ഒരുപാട് പർവ്വത നിരകൾ ചേർന്നിട്ടുള്ളതാണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ച്. ഇറ്റ് ഒറിജിനേറ്റ് ഫ്രം ദ പാമീർ നോട്ട് ആൻഡ് എക്സ്റ്റെൻഡ് ടു പൂർവാചൽ ഇൻ ദ ഈസ്റ്റ്. ആൻഡ് ഇറ്റ് ഓൾസോ എക്സ്റ്റെൻഡ് ഫ്രം റിവർ ഇൻഡസ് ഇൻ ദ വെസ്റ്റ് ടു റിവർ ബ്രഹ്മപുത്ര ഇൻ ദ ഈസ്റ്റ്. ഇതിന് 2400 കിലോമീറ്റർ എക്സ്റ്റൻഷനിൽ ഇത് നീണ്ടു കിടക്കുന്ന ഒരു പർവ്വതനിരയാണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ച്. ഇറ്റ് ഹാസ് 150 to 400 kilometer width and it also has high peaks, glaciers and valleys. This mountain range is classified into 3: Trans-Himalayas, Himalayas and Eastern Hills. അങ്ങനെ 3ആയി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിൽസ്. ജമ്മു കാശ്മീരിൻ്റെ ഭാഗത്ത്, മുകളിലുള്ള ഭാഗത്തുള്ളതാണ് ട്രാൻസ് ഹിമാലയാസ്. അത് കഴിഞ്ഞ് പാരലലായി വരുന്ന ഭാഗമാണ് ഹിമാലയാസ്. അടുത്തത് വരുന്നതാണ് ഈസ്റ്റേൺ ഭാഗത്തുള്ള നോർത്തേൺ മൗണ്ടൻ റേഞ്ചാണ് ഈസ്റ്റേൺ ഹിൽസ്. ട്രാൻസ് ഹിമാലയ എന്താണെന്ന് നോക്കാം. ഇത് നോർത്തേൺ മോസ്റ്റ് ഡിവിഷനാണ്. അതായത് നോർത്തിൽ കിടക്കുന്ന ഒരു ഭാഗമാണ് ട്രാൻസ് ഹിമാലയ. ഇറ്റ് ഓൾസോ നോൺ ആസ് ടിബറ്റൻ ഹിമാലയ. ഇതിൻ്റെ എലിവേഷൻ അഥവാ ഹൈറ്റ് ആവറേജ് ആയിട്ട് 3000 മീറ്ററാണ്. അതായത് 3000 മീറ്ററാണ് ഇതിൻ്റെ എലിവേഷൻ ഹൈറ്റ്. വെഡ്ത്ത് 40 കിലോമീറ്ററും ലെങ്ത്ത് 965 കിലോമീറ്ററുമാണ്. നോർത്തേൺ മൗണ്ടൻ റേഞ്ചിനെ 3ആയി തിരിച്ചതിൽ രണ്ടാമത്തതാണ് ഹിമാലയ. അപ്പോൾ ഹിമാലയയിൽ പെടുന്നതാണ് ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക്. 3 പാരലൽ റേഞ്ചസ് ആണ്. ഇവ പാരലായിട്ടാണ് നിൽക്കുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ് ടു ദ സൗത്ത് ഓഫ് ട്രാൻസ് ഹിമാലയ. ട്രാൻസ് ഹിമാലയൻ്റെ സൗത്തായി നീണ്ടു കിടക്കുന്നതാണ് ഇത് ഹിമാലയ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക്. ബോർഡർ ഓഫ് ഗംഗ പ്ലെയിൻ ഈസ് ശിവാലിക്. ഗംഗ പ്ലെയിൻ്റെ ബോർഡറായി വരുന്നതാണ് ശിവാലിക്. ഇതിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഒക്കെ നോക്കാം. ഹിമാദ്രിയുടെ വിഡ്ത്ത് 25 കിലോമീറ്ററും ഹൈറ്റ് 6100 മീറ്ററുമാണ്. എന്നാൽ ഹിമാചലിൻ്റെ വിഡ്ത്ത് 60 to 80 ആണ്. അതിൻ്റെ ഹൈറ്റ് 3500 to 4500 മീറ്ററാണ്. അതുപോലെ ശിവാലിക്കിൻ്റെ വിഡ്ത്ത് 60 to 150 കിലോമീറ്ററാണ്. ഇപ്പം നമ്മൾ നോർത്തേൺ മൗണ്ടൻ റേഞ്ചിൻ്റെ ഡിവിഷൻസ് പഠിച്ചു. ഇനി എങ്ങനെയാണ് ഹിമാലയ ഫോം ചെയ്തത്? പണ്ട് ഹിമാലയ ഉണ്ടായിരുന്നില്ല. എത്രയോ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയം ഉണ്ടായിരുന്നില്ല. പിന്നീട് രൂപപ്പെട്ടതാണ് ഹിമാലയ. എങ്ങനെ രൂപപ്പെട്ടു എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഹിമാലയ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കാര്യം നിങ്ങൾക്കറിയാമോ? ഭൂമിയുടെ സ്ട്രക്ചർ അഥവാ സ്ട്രക്ചർ ഓഫ് ദ എർത്ത് നിങ്ങൾ പഠിച്ചതാണ്. കോർ, ലോവർ മാൻഡിൽ, അപ്പർ മാൻഡിൽ, ക്രസ്റ്റ്.
എന്നിങ്ങനെ ഭൂമിയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ക്രസ്റ്റ്, അതിന് താഴെയാണ് ലിത്തോസ്ഫിയർ, അതിന് താഴെയാണ് എസ്തെനോസ്ഫിയർ. അപ്പോൾ നമുക്ക് ആ ലിത്തോസ്ഫിയർ എസ്തെനോസ്ഫിയർ ഒക്കെ എന്താണെന്ന് അറിയാനാണ് ഇത് പറഞ്ഞു തന്നത്. ഇപ്പോൾ എർത്തിന്റെ ക്രസ്റ്റും അപ്പർ മാൻഡിലും ഉൾപ്പെട്ടതാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അഥവാ ലിത്തോസ്ഫിയർ പ്ലേറ്റ്. പല വലിപ്പത്തിലുള്ള പലതരത്തിലുള്ള കഷ്ണങ്ങൾ ചേർന്നതാണ് ലിത്തോസ്ഫിയർ പ്ലേറ്റ്. ഓരോ ലിത്തോസ്ഫിയറിക് ഭാഗങ്ങളുടെ വീതി അഥവാ വിഡ്ത്ത് 1000ഉം അതിൻ്റെ തിക്നെസ് 100 കിലോമീറ്ററുമാണ്. ഇതിൽ കോണ്ടിനെൻ്റൽ ഭാഗങ്ങളും കടലിൻ്റെ അടിത്തട്ടും അടങ്ങുന്നു. കോണ്ടിനെൻ്റൽ ആൻഡ് ഓഷ്യാനിക് പാർട്സിൻ്റെ ക്രസ്റ്റൽ റോക്ക് ബ്ലോക്സ് ആണ് ടെക്ടോണിക് പ്ലേറ്റ്സ്. ഈ ടെക്ടോണിക് പ്ലേറ്റ് കാരണമാണ് ഹിമാലയ വളരുന്നത്. ലിത്തോസ്ഫിയറിന് താഴെയുള്ള സോണാണ് എസ്തെനോസ്ഫിയർ. ഇവിടെ ഉയർന്ന ടെമ്പറേച്ചർ കാരണം പാറകൾ ഉരുകിയ സെമി പ്ലാസ്റ്റിക് അവസ്ഥയിലാണ്. പ്ലേറ്റ് ബൗണ്ടറീസിലാണ് പാറകൾ അഥവാ മൗണ്ടൻസ് ഫോം ചെയ്യുന്നത്. 3 തരത്തിലുള്ള പ്ലേറ്റ് ബൗണ്ടറീസ് ആണുള്ളത്: കൺവേർജൻറ്റ്, ഡൈവേർജൻറ്റ് ആൻഡ് ട്രാൻസ്ഫോം. അതായത് കൺവേർജൻറ്റ് ബൗണ്ടറി, ഡൈവേർജൻറ്റ് ബൗണ്ടറി, ട്രാൻസ്ഫോം ബൗണ്ടറി. കൺവേർജൻറ്റ് ബൗണ്ടറിയിൽ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സിൻ്റെ കംപ്രഷൻ കാരണം കൺവേർജൻറ്റ് ബൗണ്ടറിയിലെ റോക്ക് ലെയേഴ്സ് മടക്കുകളാകുന്നു, അതായത് ഫോൾഡഡ് ആകുന്നു. ഇപ്പോൾ ലിത്തോസ്ഫിയറിക് പ്ലേറ്റിൻ്റെ കംപ്രഷൻ മൂലമാണ് റോക്ക് ലെയേഴ്സിന് മടക്കുകൾ അഥവാ ഫോൾഡഡ് ആവുന്നത്. 150-160 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സദേൺ ഹെമിസ്ഫിയറിൽ പെട്ടതായിരുന്നു പെനിൻസുലാർ ഇന്ത്യയും ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റും ചേർന്ന ഇന്ത്യൻ പ്ലേറ്റ്. പിന്നീട് നോർത്ത് വേർഡിലേക്ക് ഇത് നീങ്ങി യൂറേഷ്യൻ പ്ലേറ്റിന് അടുത്തെത്തി. ഈ 2 ലാൻഡ് മാസസിനിടയിലുള്ള ടെത്തിസ് സീബെഡ് അഥവാ സമുദ്ര അടിത്തട്ട് ഉയർന്നു വരികയും ഹിമാലയമായി മാറുകയും ചെയ്തു. ആഴമുള്ള അഥവാ താഴ്ന്ന താഴ്വരകളും കുത്തനെയുള്ള വശങ്ങളുമാണ് ഗോർജസ്. മണ്ണൊലിപ്പ് വഴി ഹിമാലയ റേഞ്ചസിൽ ഗോർജസ് ഉണ്ടാക്കിയ നദികളാണ് റിവർ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമെടുത്ത് ഒരേ സ്ഥലത്ത് ദിവസങ്ങളോളം ഒഴിച്ചു നോക്കൂ, എന്ത് സംഭവിക്കും? അവിടെയുള്ള മണ്ണ് നീങ്ങി അവിടെ ഒരു കുഴി രൂപം കൊണ്ടിട്ടുണ്ടാകും. ഇത്തരത്തിൽ ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ് നദികൾ അവ ഒഴുകുന്ന വഴിയിൽ ഡീപ് ഗോർജസ് ഉണ്ടാക്കി. ഈ ക്രോസ് കട്ടിംഗ് റിവേഴ്സ് ആണ് ഹിമാലയയെ 3 റീജിയണൽ ഡിവിഷനായി തരംതിരിച്ചിരിക്കുന്നത്. റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ്. ക്രോസ് കട്ടിംഗ് റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ഹിമാലയ മെയ്ഡ് റീജിയണൽ ഡിവിഷൻസ്. ഇൻഡസ്, ബ്രഹ്മപുത്ര ആൻഡ് ഗംഗ ക്രിയേറ്റ് ഗോർജസ് ത്രൂ ഇറോഷൻ. ഹിമാലയാസ് റീജിയണൽ ഡിവിഷൻസ് ആണ് വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ ആൻഡ് ഈസ്റ്റേൺ ഹിമാലയ. വെസ്റ്റേൺ ഹിമാലയയിൽ പെടുന്നതാണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ട്രാൻസ് ഹിമാലയ. ഫ്രം ഇൻഡസ് റിവർ ടു കാലി റിവർ വരുന്നതാണ് വെസ്റ്റേൺ ഹിമാലയ. ഫ്രം ജമ്മു ആൻഡ് കാശ്മീർ ടു ഉത്തരാഖണ്ഡ് വരെ നീണ്ടു കിടക്കുന്നതുമാണ് വെസ്റ്റേൺ ഹിമാലയ. ദീസ് വെസ്റ്റേൺ ഹിമാലയ ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3: കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയ. അതായത് ഹിമാലയ പർവ്വതങ്ങൾ ഏതെല്ലാം പ്രദേശത്തു കൂടിയാണോ പോകുന്നത് ആ പ്രദേശങ്ങളെ വെച്ചും കൊണ്ടാണ് നമ്മൾ കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ തുടങ്ങിയ 3 ഡിവിഷനിൽ നമുക്ക് പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ്, അതുപോലെ അവിടുത്തെ സ്പെഷ്യാലിറ്റി, ഇമ്പോർട്ടൻറ്റ് ഗ്ലേസിയേഴ്സ് ഏതൊക്കെയാണ്, ലക്ഷൂറിയസ് വാട്ടർ ഫ്ലോസ് ഏതാണ്, ആ മൗണ്ടനിലുള്ള ഫ്രഷ് വാട്ടർ ലേക്ക് ഏതാണ്, അവിടുത്തെ ഹോൾമാർക്ക് എന്താണ്, അതുപോലെ തന്നെ വിൻ്റർ ഗെയിംസ് ഉണ്ടോ, മെഡോസ് ഫോം ചെയ്തിട്ടുണ്ടോ എന്നിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 3.5 സ്ക്വയർ കിലോമീറ്റർ പരന്നു കിടക്കുന്നതാണ് കാശ്മീർ ഹിമാലയ. ഇത് 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയിലും പരന്നു കിടക്കുന്നു. ജമ്മു കാശ്മീർ മുതൽ ലഡാക്ക് വരെ പരന്നു കിടക്കുന്നതാണ് കാശ്മീർ ഹിമാലയ. അതായത് ഹിമാലയത്തിൻ്റെ വശങ്ങൾ കാശ്മീരിലുമുണ്ട്, അതേപോലെ ലഡാക്കിലുമുണ്ട്. ഈ കാശ്മീർ ഹിമാലയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, സ്പെഷ്യാലിറ്റി എന്താണ്? ലോകത്ത് വെച്ച് ഉള്ള ഏറ്റവും വലിയ പീക്കുകളിൽ 2ാമത്തെ പീക്ക് എവിടെയാണുള്ളത്? കാശ്മീർ ഹിമാലയത്തിനുള്ളത്. അതായത് മൗണ്ട് K2 ആണ് സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് മൗണ്ടൻ റേഞ്ചസ്, കാശ്മീർ ഹിമാലയയിലുള്ള പ്രധാനപ്പെട്ട പർവ്വത നിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചാൽ. കാരക്കോറം, സസ്കർ, ലഡാക്ക് ഈ 3 പർവ്വത നിരകൾ
ട്രാൻസ് ഹിമാലയയിൽ പെട്ടതാണ്, നമ്മൾ മുമ്പ് പഠിച്ചതാണല്ലോ. അതുപോലെ ഇവിടെയുള്ള ഇമ്പോർട്ടൻ്റ് ഗ്ലേസിയേഴ്സ് ആണ് സിയാച്ചിൻ, ബോൾട്ടോറോ. ഇവ രണ്ടുമാണ് കാശ്മീർ ഹിമാലയയിലെ പ്രധാനപ്പെട്ട ഗ്ലേസിയേഴ്സ്. രവി, ജലം, ചിനാബ് തുടങ്ങിയ നദികളിൽ വർഷം മുഴുവൻ വെള്ളം നിൽക്കാനുള്ള കാരണം എന്താണ്? ഗ്ലേസിയേഴ്സ് ആണ്. ഇപ്പോൾ ഗ്ലേസിയേഴ്സ് ആ നദികളിലേക്ക് വേണ്ടുന്ന വെള്ളം ലഭ്യമാക്കുന്നു. ജമ്മുവിനെ കാശ്മീരുമായി, കാശ്മീർ വാലിയുമായി കണക്ട് ചെയ്യുന്ന ചുരമാണ് അല്ലെങ്കിൽ പാസാണ് ബനിഹാൽ പാസ്. അതായത് ബനിഹാൽ ചുരം. അതാണ് എന്താ പറയുക, നമ്മുടെ കാശ്മീർ ഹിമാലയയിലുള്ള മൗണ്ടൻ പാസ്. അതുപോലെ അവിടെ ഫ്രഷ് വാട്ടർ ലേക്ക് ഉണ്ട്. ദാൽ ലേക്കാണ് കാശ്മീർ ഹിമാലയയിലെ പ്രധാനപ്പെട്ട ഒരു ലേക്ക്. ആ ലേക്കിനടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ശ്രീനഗർ. അപ്പോൾ ദ പ്ലേസ് സിറ്റുവേറ്റഡ് നിയർ ദ ലേക്ക് ഈസ് ശ്രീനഗർ. കാശ്മീർ ഹിമാലയയിലെ മറ്റൊരു ഹോൾമാർക്കാണ്, അത് മറ്റൊരു മുഖമുദ്രയാണ് ഷിക്കാര ബോട്ട് ആൻഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അതായത് വെള്ളത്തിലൂടെയുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ഒഴുകി നടക്കുന്ന മാർക്കറ്റുകൾ. അപ്പോൾ കച്ചവടം എവിടെയാണ്? തടാകത്തിലുള്ള കച്ചവടം, അതും തോണികളിലുള്ള കച്ചവടമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വിൻ്റർ ഗെയിംസ്, സ്കിങ് പോലുള്ള വിൻ്റർ ഗെയിംസൊക്കെ നടക്കുന്നത് കാശ്മീർ ഹിമാലയയിലെ സോൺമാർഗ്, ഗുൽമാർഗ് സ്ഥലങ്ങളിലാണ് വിൻ്റർ ഗെയിംസ് നടക്കുന്നത്. മാർക്ക് എന്ന് പറഞ്ഞാൽ സമ്മർ സീസണിലൊക്കെ അവിടെ ഫോം ചെയ്ത മെഡോസാണ്, അതായത് പുൽമേടുകൾ. വേനൽക്കാലങ്ങളിൽ അവിടെ ഉണ്ട പുൽമേടുകളാണ് മർഗുകൾ. അപ്പോൾ അങ്ങനെ ഫോം ചെയ്ത മർഗുകളാണ് സോൺമാർഗ്, ഗുൽമാർഗ്. അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് പ്ലേസസ് ആണ്. വെസ്റ്റേൺ ഹിമാലയയെ കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് കാശ്മീർ ഹിമാലയ എന്തൊക്കെയാണെന്നും കാശ്മീർ ഹിമാലയയിൽ ഉള്ള ഇമ്പോർട്ടൻറ്റ് മൗണ്ടൻ റേഞ്ചസ്, റിവേഴ്സ്, ലേക്ക് ഇതെല്ലാം നമ്മൾ നോക്കി. ഇനി ഹിമാചൽ ഹിമാലയയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ ഇമ്പോർട്ടൻറ്റ് മൗണ്ടൻ റേഞ്ചസ് പഠിക്കാനുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ്, ഫ്രഷ് വാട്ടർ ലേക്ക്, മൗണ്ടൻ പാസസ്, ബ്യൂട്ടിഫുൾ വാലീസ് ആൻഡ് ടൂറിസ്റ്റ് സെൻറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹിമാചൽ ഹിമാലയയിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് മൗണ്ടൻ റേഞ്ച് എന്ന് നോക്കാം. ധൗലാധർ ആൻഡ് പീർ പഞ്ചലാണ് ഇമ്പോർട്ടൻറ്റ് മൗണ്ടൻ റേഞ്ചസ് ഇൻ ഹിമാചൽ ഹിമാലയ. അതുപോലെ ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ ഹിമാലയ അല്ലെങ്കിൽ ഹിമാലയ കൂടുതലായി കിടക്കുന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലാണ്. ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഇൻ ഹിമാചൽ ഹിമാലയ ഏതൊക്കെയാണ്? രവി, ചിനാബ്, ബിയാസ്. ഈ രവി, ചിനാബ് കാശ്മീർ ഹിമാലയയിലുമുള്ള ഇമ്പോർട്ടൻറ്റ് റിവേഴ്സാണ്. അതുപോലെ മൗണ്ടൻ പാസസ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മൗണ്ടൻ പാസസ്? ബാരാലച്ച ലാ പാസ് ആൻഡ് രോഹ്താങ് പാസ്. ഈ രണ്ട് മൗണ്ടൻ പാസുമാണ് ഹിമാചൽ ഹിമാലയയിലെ പ്രധാന മൗണ്ടൻ പാസ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നതാണ് ബാരാലച്ച ലാ പാസ്. രോഹ്തങ് പാസ് കുളു വാലിയെ ലാഹുൽ ആൻഡ് സ്പിതി വാലിയുമായി കണക്ട് ചെയ്യുന്നു. ഇതാണ് ഹിമാചൽ പ്രദേശിലുള്ള രണ്ട് പാസസ്, മൗണ്ടൻ പാസസ്, ബാരാലച്ച ലാ പാസും രോഹ്തങ് പാസും. അതുകൂടാതെ ബ്യൂട്ടിഫുൾ വാലീസ് ഉണ്ട് ഇവിടെ. കുളു, കംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകൾ ഹിമാചൽ ഹിമാലയയിലുണ്ട്. മറ്റ് ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ആയ ഷിംല, മണാലി അതും ഹിമാചൽ ഹിമാലയയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസസ് ആണ്. മഞ്ഞുവീഴ്ചയും ശൈത്യ കാലാവസ്ഥയും മൈൽഡ് വിൻ്ററും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഹോട്ട് സ്പ്രിങ്സും പല ഭാഗങ്ങളിലും കാണാൻ കഴിയും. അതിന് പറയുന്ന പേരാണ് നീരുറവകൾ, ചുടുനീരുറവകൾ. അതാണ് ഹോട്ട് സ്പ്രിങ്സ്. എന്താണ് ഈ ഹോട്ട് സ്പ്രിങ്സ് എന്ന് നോക്കാം. റെയിൻ വാട്ടർ സീപ്സ് ഇൻ ടു ദ എർത്ത് ബിക്കംസ് എ പാർട്ട് ഓഫ് ദ ഗ്രൗണ്ട് വാട്ടർ. ഭൂമിയിൽ വീഴുന്ന വെള്ളം അത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഭാഗമായി തീരുന്നു. അതായത് ഭൂമിക്കടിയിലുള്ള വെള്ളത്തിൻ്റെ ഒരു ഭാഗമായി തീരുന്നു. ഇനി ഏത് ഭാഗങ്ങളിലാണോ പുതിയ പർവ്വതങ്ങൾ രൂപം കൊള്ളാനുള്ള പ്രവർത്തനം നടക്കുന്നത് അവിടെയുള്ള സർഫസിലെ റോക്ക് ലെയേഴ്സ് ഹീറ്റഡ് ആവുകയും അതിന് താഴെയുള്ള വെള്ളത്തിനെ ചൂട് പിടിപ്പിക്കുകയും ചെയ്യുന്നു. ആ ഗ്രൗണ്ട് വാട്ടർ മുകളിലേക്ക് വരികയും ഹോട്ട് സ്പ്രിങ്ങായി മാറുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് ഹോട്ട് സ്പ്രിങ്സ്
ഹിമാലയ ടെറൈനിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള അതിന് എക്സാമ്പിളാണ് നുബ്ര വാലി, മണികരൻ, തീർഗംഗ. ഇവിടെ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ജിയോ തെർമൽ പവർ പ്ലാന്റ് ഈസ് ഫങ്ഷനിങ് അറ്റ് മണികരൻ ഹോട്ട് സ്പ്രിംഗ് ഇൻ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിൽ ജിയോ തെർമൽ പവർ പ്ലാന്റ് ആയിട്ട് ഉള്ളതാണ് മണികരൻ ഹോട്ട് സ്പ്രിംഗ്. അത് ഹിമാചൽ പ്രദേശിലാണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ മണികരൻ ഹോട്ട് സ്പ്രിംഗ് ആണ് ജിയോ തെർമൽ പവർ പ്ലാന്റ്. അപ്പോൾ എങ്ങനെയാണ് ഹോട്ട് സ്പ്രിംഗ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് ഭൂമിക്ക് മുകളിലുള്ള വെള്ളം തന്നെയാണ് പിന്നീട് ചൂട് തട്ടി വീണ്ടും പുറത്തേക്ക് വരുന്നത്. അതിനാണ് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡ് ഹിമാലയ. ഈ ഹിമാലയ ഭാഗം റിവർ സത്ലജിനും റിവർ കാലിക്കും ഇടയ്ക്കുള്ളതാണ്. ഇറ്റ്സ് വെസ്റ്റേൺ സൈഡ് ഈസ് നോൺ ആസ് ഗാഡ്വാൾ ഹിമാലയ. ഇതിൻ്റെ വെസ്റ്റേൺ ഭാഗത്തിനെ ഗാഡ്വാൾ ഹിമാലയ എന്നും ഈസ്റ്റേൺ ഭാഗത്തിനെ കുമോൺ ഹിമാലയ എന്നും പറയുന്നു. ഉത്തരാഖണ്ഡ് ഹിമാലയയ്ക്കും ഒരുപാട് ഹൈ പീക്സുകളുണ്ട്, ഉയർന്ന കൊടുമുടികളുണ്ട്. നന്ദാദേവി, കാമറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ് ഇവയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയയിലെ പ്രധാന ഹൈ പീക്സ്. ഗംഗോത്രി, യമുനോത്രി ഗ്ലേസിയേഴ്സും ഉത്തരാഖണ്ഡിലുള്ളതാണ്. അവിടെ നിന്നാണ് ഗംഗയും യമുനയും ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പം പേരിൽ തന്നെ ഉണ്ട്, ഗംഗ യമുന ഒറിജിനേറ്റ് ചെയ്യുന്ന ഗ്ലേസിയേഴ്സാണ് ഗംഗോത്രി, അതുപോലെ യമുനോത്രി. ഇത് ഉത്തരാഖണ്ഡ് ഹിമാലയയിലാണ്. അതുപോലെ ഫ്രഷ് വാട്ടർ ലേക്ക്, ശുദ്ധ തടാകങ്ങൾ, ഫ്രഷ് വാട്ടർ ലേക്ക് നൈനിതാൾ, ഭീംതാൾ തുടങ്ങിയ 2 ഫ്രഷ് വാട്ടർ ലേക്കും ഉത്തരാഖണ്ഡ് ഹിമാലയയിലാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ കാശ്മീർ ഹിമാലയ. ഏതാണ്? ദാൽ ലേക്കാണ് കാശ്മീർ ഹിമാലയയിലെ ഫ്രഷ് വാട്ടർ ലേക്ക്. ഇനി ഡൺസ്, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചാണ് ഡൺസ്. ലെസ്സർ ഹിമാലയയ്ക്കും ശിവാലിക് ഹിൽ റേഞ്ചസിനും ഇടയ്ക്കുള്ള വിശാലമായ താഴ്വരകളാണ് ഡൺസ്, അതായത് ഫ്ലാറ്റ് വാലീസ് ആണ് ഡൺസ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ഇത്തരത്തിലുള്ള ഒരു ഫ്ലാറ്റ് വാലിയാണ്. ദ ആൽപൈൻ സമ്മർ മെഡോസ് അലോങ് ദ ഹയർ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ സ്ലോപ്സ് ഓഫ് ദിസ് റീജിയൻ ആർ കോൾഡ് ബഗ്യാൽസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാശ്മീർ ഹിമാലയയിലുള്ള മാർഗ്സ്, അതും എന്താണ്? മെഡോസ് ആണ്, പുൽമേടുകളാണ്. അപ്പോൾ ഉത്തരാഖണ്ഡിലുള്ള സമ്മർ മെഡോസ് ആണ് എന്ത്? ബഗ്യാൽസ്. അത് ഉയർന്ന ആൾട്ടിറ്റ്യൂഡ്, ഉയർന്ന ഉയരത്തിലാണ്, ഉയർന്ന ഉയരമുള്ള മൗണ്ടൻ സ്റ്റോപ്പുകളിലാണ് ഈ മെഡോസ് ഉള്ളത്. ഇതാണ് ബഗ്യാൽസ്. ദ ബഗ്യാൽസ് വെൻ ഗെറ്റ് ബറീഡ് അണ്ടർ സ്നോ ഡ്യൂറിങ് വിൻ്റർ ഈസ് മെയ്ഡ് യൂസ് ഫോർ വിൻ്റർ ടൂറിസം ഇൻ മെനി ഏരിയാസ്. അപ്പം മഞ്ഞുകാലത്ത് ഇവ മൂടപ്പെടും, മഞ്ഞുകൊണ്ട് മൂടപ്പെടും. അത് ടൂറിസത്തിന് ആ സ്ഥലം വളരെയധികം യൂസ്ഫുള്ളായി മാറുന്നുണ്ട്. എന്താണ് ട്രാൻസ് ഹ്യൂമൻസ്? എന്താണ്? ഈ മെഡോ ഏരിയയിൽ ഷെപ്പേർഡ്സ് വന്ന് താമസിക്കും. അതായത് സമ്മർ സീസണിൽ അവർ വിൻ്റർ സീസണിലുള്ള സ്ഥലത്ത് നിന്ന് സമ്മർ സീസണിൽ ഇവർ ഈ സ്ഥലത്തേക്ക് വന്ന് താമസിക്കുകയും അവിടെ അവരുടെ ടെൻറ്റുകളെല്ലാം കെട്ടി തങ്ങളുടെ ഹേർഡ്സിന് വേണ്ടുന്ന കാര്യങ്ങൾക്കായി വന്ന് താമസിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ട്രാൻസ് ഹ്യൂമൻസ്. അപ്പോൾ അവർ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു. സീസണൽ മൈഗ്രേഷനാണ് നടക്കുന്നത്. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇവർ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് മൃഗങ്ങളെയും കൊണ്ട് മാറി താമസിക്കും. അപ്പം ഇതിനാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. ഈ ഗഡ്വാൾ റീജിയനിലുള്ള ബഗ്യാൽസ് ഇത്തരത്തിലുള്ള ഒരു പുൽമേടാണ്. അടുത്തത് നമ്മൾ സെൻട്രൽ ഹിമാലയയാണ് പഠിക്കാൻ പോകുന്നത്. ദ പാർട്ട് ഓഫ് ഹിമാലയാസ് ഫ്രം റിവർ കാലി ടു റിവർ ടീസ്റ്റ ഈസ് ദ സെൻട്രൽ ഹിമാലയ. അപ്പോൾ റിവർ കാലി മുതൽ റിവർ ടീസ്റ്റ വരെയുള്ള നീണ്ടു കിടക്കുന്ന ഹിമാലയമാണെന്ത്? സെൻട്രൽ ഹിമാലയ. ഇതിന് നേപ്പാൾ ഹിമാലയ എന്നുകൂടി പേരുണ്ട്. അപ്പോൾ ഇതിൽ ഭൂരിഭാഗവും, മെജോറിറ്റി ഭാഗവും നേപ്പാളിലാണ് ഈ പ്രദേശം നിൽക്കുന്നത്. ഓൺലി ദ വെസ്റ്റേൺ സിക്കിം ആൻഡ് ഡാർജിലിംഗ് റീജിയൻ ഓഫ് ദ സെൻട്രൽ ഹിമാലയ ആർ ഇൻ ഇന്ത്യ. വേൾഡ്സ് ഹയസ്റ്റ് പീക്ക് മൗണ്ട് എവറസ്റ്റ് ഈസ് ഇൻ നേപ്പാൾ. അപ്പം ഇന്ത്യയിലല്ല, മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. മൗണ്ട് കാഞ്ചൻജംഗ ആൻഡ് ദ നാഥുല പാസ് along the India-China border are located in this region. ഇന്ത്യ ചൈന ബോർഡറിലുള്ള നാഥുല പാസ്, നാഥുല ചുരം, അതുപോലെ മൗണ്ട് കാഞ്ചൻജംഗ അതും ഇന്ത്യയിലാണ്. ഈ
പ്രദേശത്താണ്. സെൻട്രൽ ഹിമാലയ റീജിയനിൽ പെട്ടതാണ് നാഥുല പാസും കാഞ്ചൻജംഗയും. ടീ കൾട്ടിവേഷന്, അതായത് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയാണെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ അവരുടെ കൊളോണിയൽ പീരീഡിൽ ടീ കൾട്ടിവേഷൻ അവിടെ നടത്തിയിരുന്നു. ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ഡാർജിലിംഗ് ടീ ഉള്ളത് സെൻട്രൽ ഹിമാലയയിലാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈസ്റ്റേൺ ഹിമാലയാസ്. ഇത് വെസ്റ്റേൺ ഹിമാലയനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ലോ ഹിൽസ് ആണ് ഈസ്റ്റേൺ ഹിമാലയയിലുള്ളത്. എക്സ്റ്റെൻഡിങ് ഫ്രം റിവർ ടീസ്റ്റ ടു റിവർ ബ്രഹ്മപുത്ര. അപ്പോൾ റിവർ ടീസ്റ്റ മുതൽ റിവർ ബ്രഹ്മപുത്ര വരെ നീണ്ടു കിടക്കുന്നതാണ് ഈസ്റ്റേൺ ഹിമാലയ. അതുപോലെ അവിടെ ചെറിയ കുന്നുകളുമാണുള്ളത്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ആസാം ഹിമാലയാസ്. അപ്പോൾ നേരത്തെ നിങ്ങൾ പഠിച്ചു സെൻട്രൽ ഹിമാലയ എന്താണ് പറഞ്ഞിരുന്നത്? നേപ്പാൾ ഹിമാലയ എന്നാണ് സെൻട്രൽ ഹിമാലയ പറഞ്ഞെങ്കിൽ ഈസ്റ്റേൺ ഹിമാലയ അറിയപ്പെടുന്നത് ആസാം ഹിമാലയാണ്. ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദിസ് റീജിയൻ ഈസ് നംച ബർവ. ഈസ്റ്റേൺ ഹിമാലയയിലെ പ്രധാന നദികളാണ് ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്. അതുപോലെ ഈസ്റ്റേൺ ഹിമാലയയിലെ പ്രധാനപ്പെട്ട പാസസ് ആണ്, ചുരങ്ങളാണ് ബോംഡില, ദിഫു. ബോംഡില അരുണാചൽ പ്രദേശിനെ ലാസയുമായി, അതായത് ടിബറ്റിലെ ലാസയുമായി കണക്ട് ചെയ്യുന്നതാണ് ബോംഡില. അതുപോലെ മ്യാൻമറുമായി കണക്ട് ചെയ്യുന്ന പാസ്സാണ് ദിഫു. പൂർവാഞ്ചൽ ഹിൽസ്, അരുണാചൽ പ്രദേശിൽ നിന്ന് മിസോറാം വരെയുള്ള നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കാണുന്ന ഉയരം കുറഞ്ഞ ഹിമാലയ മൗണ്ടൻ ആണ് പൂർവാഞ്ചൽ ഹിൽസ്. ഇതിൻ്റെ ആവറേജ് ഉയരം 500 മുതൽ 3000 മീറ്റർ ആണ്. ഇമ്പോർട്ടൻറ്റ് ഹിൽസ് ഏതൊക്കെയാണ്? പട്കൈബും, നാഗ ഹിൽസ്, മിസോ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്. ഇവിടുത്തെ ഒരു പ്രധാന സവിശേഷത എന്താണ്? ഏറ്റവും അറിയപ്പെടുന്ന ഒന്നാണ് ചിറാപുഞ്ചി, അതുപോലെ മൗസിൻറം. അതായത് ഇവിടുത്തെ ഹയസ്റ്റ് റെയിൻഫോൾ, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് റെയിൻഫോൾ ലഭിക്കുന്ന, അല്ലെങ്കിൽ ലോകത്ത് വെച്ച് ഹയസ്റ്റ് റെയിൻഫോൾ ലഭിക്കുന്ന ഒന്നാണ് ചിറാപുഞ്ചിയും മൗസിൻറം. ഇത് പൂർവാഞ്ചൽ ഹിൽസിലാണുള്ളത്. ഹിമാലയൻ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ അവർക്ക് ആവശ്യത്തിന് വേണ്ടി ഒരു റൂട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കിയത് നോക്കൂ. വളരെ മനോഹരമായിരിക്കുന്നു അല്ലേ? അരുവികൾ അഥവാ സ്ട്രീംസ് മുറിച്ചു കടക്കുന്നതിന് അവർ മരങ്ങളുടെ വേരുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് ഈ റൂട്ട് ബ്രിഡ്ജ്. നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലെ, അതായത് മണിപ്പൂരിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ് ലോക്തക് ലേക്ക്. ഈ ലോക്തക് ലേക്കിലാണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ്. ഓർഗാനിക് മാറ്ററും സോയിലും ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ള സ്മോൾ ഐലൻഡിലാണ് ഈ നാഷണൽ പാർക്കുള്ളത്. അതായത് ഇത്തരത്തിലുള്ള ഒരുപാട് കുണ്ടികൾ ചേർന്നിട്ടുള്ളതാണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. ദ കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് കൺസിസ്റ്റ് ഓഫ് സെവറൽ സച്ച് പുംഡീസ് ഇൻ ലോക്തക് ലേക്ക്. ഈച്ച് പുംഡി കണ്ടെയ്ൻസ് യുണീക്ക് എക്കോസിസ്റ്റം ഇൻക്ലൂഡിങ് പ്ലാന്റ്സ്, ബേർഡ്സ് ആൻഡ് സ്മോൾ ഓർഗാനിസം. ഈ ഓരോ പുംഡിയിലും അതിൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു എക്കോസിസ്റ്റം ഉണ്ട്. അതിൽ പ്ലാന്റ്സ്, ബേർഡ്സ്, അങ്ങനെ ചെറിയ ഓർഗാനിസംസ് വരെ അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഒന്നാണ് ഇത് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. അത് ഒരുപാട് പുംഡികൾ ചേർന്നിട്ടുള്ളതാണ്, തടാകത്തിലുള്ള പുംഡികൾ ചേർന്നിട്ടുള്ളതാണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. ലോക്തക് ലേക്ക് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ രാംസർ ലിസ്റ്റ് ഓഫ് സൈറ്റ്സ് ഫോർ വാട്ടർഷെഡ് കൺസർവേഷൻ. ഇപ്പോൾ തണ്ണീർത്തടങ്ങൾ, വാട്ടർഷെഡ് സംരക്ഷിക്കുക എന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് രാംസർ ലിസ്റ്റ് ഓഫ് സൈറ്റ്സ്. ഇതിൽ ഉൾപ്പെട്ടതാണ് ലോക്തക് ലേക്ക്. അതായത് സംരക്ഷണം വേണ്ടുന്ന ഒന്നാണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. ക്ലൈമാറ്റ്. ഹിമാലയ മേക്സ് എ ക്ലൈമാറ്റിക് ഡിവൈഡ് ബിറ്റ്വീൻ ഇന്ത്യൻ സബ്കോണ്ടിനെന്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ. Climate varies according to the elevation and topography. ലോവർ മൗണ്ടൻ സ്ലോപ്സിൽ മൈൽഡ് ക്ലൈമറ്റ് ആണ് ഉള്ളത്. എന്നാൽ വിൻ്റർ ക്ലൈമറ്റ് ലഡാക്ക് റീജിയനിലാണ്. സൗത്ത് വെസ്റ്റേൺ മൺസൂൺ റെയിൻസ് ഷിവാലിക് റേഞ്ചസിൽ നല്ലവണ്ണം ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ റീജിയൻസിൽ, ഹയർ റീജിയൻസിൽ സാധാരണ കാണുന്ന ഒരു ഫീച്ചറാണ് സ്നോഫോൾ. നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിൽ കൂടുതലായി മഴ ലഭിക്കാൻ, പ്രത്യേകിച്ച് മേഘാലയ പ്ലാറ്റ്യൂവിൽ കൂടുതൽ മഴ ലഭിക്കാൻ, ഹെവി റെയിൻഫോൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ബേ ഓഫ് ബംഗാളിൽ നിന്ന് വരുന്ന മൺസൂൺ വിൻഡ് ആസാം, ഹിമാലയ, പൂർവാഞ്ചൽ ഹിൽസിനിടയിൽ ട്രാപ്പ് ചെയ്യപ്പെടുകയും അവിടെ നിൽക്കുന്ന മോയ്സ്ചർ ഭൂമിയിലേക്ക് വീണ്ടും മഴയായി എത്തുകയുമാണ്. അങ്ങനെയാണ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിൽ, എസ്പെഷ്യലി മേഘാലയയിൽ ഹെവി റെയിൻഫോൾ ഉണ്ടാകുന്നത്. ഡ്രെയിനേജ് സിസ്റ്റം. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികൾ, ഈ 3 നദികളാണ് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. ഹിമാലയ ഡ്രെയിനേജ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന 3 നദികളാണ് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ദേ ക്രിയേറ്റ്
ദ ഹിമാലയ ഡ്രെയിനേജ് സിസ്റ്റം. ഈ നദികൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇവ റെയിൻ ഫെഡ് ആണ്, സ്നോ ഫെഡ് ആണ്, അതുപോലെ പെരീനിയൽ ആണ്, വാട്ടർ റിച്ച് ആണ്. ത്രൂ ഔട്ട് ദ ഇയർ ദ ആർ റെയിൻ ഫെഡ്, സ്നോ ഫെഡ് ആൻഡ് പെരീനിയൽ. These rivers have turbulent flow in their mountainous course. Flooding and channel deviation are common in the plains. These rivers create landforms such as V-shaped valleys, gorges and waterfalls. അപ്പോൾ വെള്ളച്ചാട്ടത്തിനും വി ഷേപ്പിലുള്ള താഴ്വരകൾ സൃഷ്ടിക്കുന്നതിലും ഗോർജസ് ക്രിയേറ്റ് ചെയ്യുന്നതിലുമെല്ലാം ഈ മൂന്ന് നദികൾക്കും വളരെയധികം പങ്കുണ്ട്. മാനസ സരോവർ ലേക്കിനടുത്തുള്ള ബൊക്കാർച്ചു ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇൻഡസ് റിവേഴ്സും അതിൻ്റെ ട്രിബ്യൂട്ടറീസുമാണ് നോർത്ത് വെസ്റ്റേൺ ഹിമാലയയിൽ ഇമ്പോർട്ടൻ്റ് റെയിനേജ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. ഗോമുഖിനടുത്തുള്ള ഗംഗോത്രി ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയും അതിൻ്റെ ട്രിബ്യൂട്ടറീസായ യമുന, ഗാഖര, ഗംഗ്ടക്, കോശി മുതലായവയാണ് ഉത്തരാഖണ്ഡിലെയും നേപ്പാളിലെയും പ്രധാന നദികൾ. മാനസരോവർ ലേക്കിനടുത്തുള്ള ഗ്ലേസിയറായ ഷെമ്യുങ്തങ്ങിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര റിവറും അതിൻ്റെ ട്രിബ്യൂട്ടറീസുമായ ദിബങ്, ലോഹിത്, മാനസ് മുതലായവയാണ് ഈസ്റ്റേൺ ഹിമാലയയിൽ ഡ്രെയിനേജ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. ഹിമാലയ പ്രദേശത്തുള്ള മണ്ണിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. മൗണ്ടൻ സോയിൽ, ഫോറസ്റ്റ് സോയിലാണ് ഹിമാലയൻ പ്രദേശത്ത് സാധാരണയായി കാണുന്ന മണ്ണുകൾ. ഇവയുടെ ടെക്സ്ചറും പാർട്ടിക്കിൾ സൈസും മൗണ്ടൻ എൻവയോൺമെന്റ് അനുസരിച്ച് മാറിയിരിക്കും. ഹൈ ഹ്യൂമസും ഗ്രെയിൻ സോയിലും ഫൈൻ ഗ്രെയിൻ സോയിലും അതായത് നേർത്ത മണ്ണുമാണ് ഇൻ ദ വാലീസ്. ഹൈ സ്ലോപ്പിൽ കോർസ് ഗ്രെയിൻ സോയിലും ലോ ഹ്യൂമസുമാണ് കാണപ്പെടുന്നത്. അതായത് തരികളോടുള്ള മണ്ണും ലോ ഹ്യൂമസുമാണ് ഹൈ സ്ലോപ്പുകളിൽ കാണപ്പെടുന്ന മണ്ണ്. വെറാസ് വാലീസിൽ ഫൈൻ ഗ്രെയിൻ സോയിലും അതായത് നേർത്ത മണ്ണും ഹ്യൂമസുമാണ് കാണപ്പെടുന്നത്, ഹൈ ഹ്യൂമസുമാണ് കാണപ്പെടുന്നത്. Alluvial deposition is mainly seen in the valleys. Karavas is the glacial sediment deposited in the Kashmir Valley. കാശ്മീർ വാലിയിൽ ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള ഗ്ലേസിയൽ സെഡിമെൻ്റ് ആണ് കാരവാസ്. ഹ്യൂമസ് റിച്ച് ഫൈൻ സോയിൽ സഫ്രൺ കൾട്ടിവേഷന് സ്യൂട്ടബിൾ ആണ്. നേച്ചുറൽ വെജിറ്റേഷൻ. ഇപ്പോൾ നേച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സസ്യജാലങ്ങൾ എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? അവിടെ ഉള്ള ഉയരം, ഭൂപ്രദേശം, ടോപ്പോഗ്രഫി, അതിൻ്റെ മണ്ണിൻ്റെ ഘടന, സോയിൽ ടൈപ്പ്, കാലാവസ്ഥ, ക്ലൈമറ്റ്, ഈ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള നേച്ചുറൽ വെജിറ്റേഷനിലും മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ ഹിമാലയ ടെറൈനിലുള്ള നേച്ചുറൽ വെജിറ്റേഷനിൽ വേരിയേഷൻ വരാനുള്ള കാരണം എന്താണ്? ഏതെല്ലാം ഫാക്ടേഴ്സാണ്? എലിവേഷൻ, ടോപ്പോഗ്രഫി, സോയിൽ ടൈപ്പ് ആൻഡ് ക്ലൈമാറ്റ്. അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹിമാലയ റീജിയനിൽ ഒരുപാട് മഴ ലഭിക്കുന്നത് കാരണം അവിടുത്തെ ആനുവൽ റെയിൻഫോൾ 200 സെൻറ്റിമീറ്ററിന് എബവ് ആയത് കാരണം തന്നെ അവിടെ എവർഗ്രീൻ വെജിറ്റേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ എവർഗ്രീൻ വെജിറ്റേഷൻ, ട്രോപ്പിക്കൽ എവർഗ്രീൻ വെജിറ്റേഷൻ കൂടുതലുള്ളത് ഈസ്റ്റേൺ ഹിമാലയ റീജിയനിലാണ്. കാരണം അവിടുത്തെ ആനുവൽ റെയിൻഫോൾ 200 സെൻറ്റിമീറ്ററിന് എബവ് ആണ്. ഇനി ടെമ്പറേച്ചർ കുറയുന്നത് എപ്പോഴാണ്? ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയും. അത് കാരണം നേച്ചുറൽ വെജിറ്റേഷനിലും അതിൻ്റെതായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹിമാലയ റീജിയനിൽ ഉയരം കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് അവിടെയുള്ള ചെടികളിലും അതിൻ്റെതായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് എവർഗ്രീൻ ഫോറസ്റ്റ് മുതൽ കോൾഡ് ക്ലൈമാറ്റിൽ വളരുന്ന ടുണ്ട്ര വരെയുള്ള സസ്യജാലങ്ങളെ നമുക്ക് ഹിമാലയത്തിൽ കാണാൻ കഴിയും. ഹിമാലയ റീജിയനിൽ കാണുന്ന മരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെമി എവർഗ്രീൻ ഡെസിഡസ് ഫോറസ്റ്റ്, മോയ്സ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ്, കോയിൻഫെറസ് ട്രീസ് വെറൈറ്റീസ് ആയ പൈൻ, ഡിയോഡർ, അതുപോലെ ഷ്രബ്സ് ആയിട്ടുള്ള ജൂനിപ്പേഴ്സ്, റോഡോഡെൻഡ്രോൺസ് മുതലായവ, അതേപോലെ ആൽപൈൻ മെഡോസും നമുക്ക് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ കാണാൻ കഴിയും. വൈൽഡ് ലൈഫ്. ഹിമാലയ പ്രദേശത്ത് ഒരുപാട് വൈൽഡ് ആനിമൽസ് ഉണ്ട്. യാക്, മസ്ക്, ഡീർ, സിംഗിൾ ഹോൺ റിനോസേഴ്സ് തുടങ്ങി സ്നോ ലിയോപാർഡ് വരെ നമുക്ക് ഹിമാലയ റീജിയനിൽ കാണാൻ കഴിയും. അതുപോലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മളവിടെ ബയോസ്ഫിയർ റിസർവ്സും നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചർ താരതമ്യേന ഹിമാലയ പ്രദേശത്ത് വളരെ കുറവാണ്. കാരണം അവിടുത്തെ ഉയരവും സ്റ്റീപ്നെസ് ഓഫ് സ്ലോപ്പും അതുപോലെ നല്ല മണ്ണല്ലാത്തതും കാരണം, ലോ ടെമ്പറേച്ചറും കാരണം അവിടെ കൃഷി താരതമ്യേന വളരെ കുറവാണ്. എന്നിരുന്നാലും അവർ പാഡി, ലെഗ്യൂംസ്, പയറുവർഗ്ഗങ്ങൾ, പൊട്ടറ്റോസ് ഒക്കെ മുതലായവ റെയിനി സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്പ്രിംഗ് സീസണിൽ
വീറ്റ്, ടെമ്പറേറ്റ് ഫ്രൂട്ട് ക്രോപ്സ് മുതലായവയും കൃഷി ചെയ്യുന്നു. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ടീ കൾട്ടിവേഷന് ഡാർജിലിംഗ് പേര് കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ആസാം, ഹിമാലയ ഭാഗങ്ങളിൽ ടീ കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്. ട്രൈബൽ പോപ്പുലേഷൻ, നോർത്ത് ഈസ്റ്റേൺ ഹിൽസിലുള്ള ട്രൈബൽ പോപ്പുലേഷൻ ഫോളോ ട്രഡീഷണൽ പ്രാക്ടീസസ് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ആനിമൽ റെയറിംഗ്, മൃഗങ്ങളെ വളർത്തുക. അപ്പോൾ ഹിമാലയ പ്രദേശങ്ങളിൽ ആളുകൾ ജീവിക്കുന്നത് മൃഗങ്ങളെ വളർത്തിയിട്ടാണ്. അവരുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്താണ്? ആനിമൽ റെയറിംഗ് ആണ്. ഇസ് ദ മെയിൻ ഒക്യുപ്പേഷൻ ഓഫ് ദോസ് ലിവിങ് ഇൻ ദ ഹിമാലയൻ മൗണ്ടൻസ്. ക്ലൈമറ്റ് വാരി ചെയ്യുന്നതിനനുസരിച്ച് മൃഗങ്ങളുടെ ടൈപ്പും വ്യത്യാസപ്പെട്ടിരിക്കും. Goat and cattle are kept in the valleys, whereas sheep and horse are reared in the mountain slopes. ഹിമാചൽ ആൻഡ് ലഡാക്ക് എക്സ്ട്രീം കോൾഡ് റീജിയൻസ് ആണ്. യാക്കിനെ വളർത്തുന്നത് ഹിമാചൽ ലഡാക്ക് ഏരിയയിലാണ്. കാരണം ഇവിടെ വളരെ തണുപ്പ് കൂടുതലാണ്. അതുകൊണ്ട് ഈ യാക്കിന് ഈ തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് യാക്കിനെ വളർത്തുന്നത് ഹിമാചൽ ലഡാക്ക് ഏരിയയിലാണ്. വെസ്റ്റേൺ ഹിമാലയ പ്രദേശത്ത് ജീവിക്കുന്ന ഷെപ്പേർഡ് ട്രൈബ്സിന് പറയുന്നതാണ് ഗുജാസ്. ടൂറിസത്തിന് വളരെയധികം സാധ്യതകൾ ഉള്ളതാണ് ഹിമാലയ റീജിയൻസ്. പണ്ട് കാലം മുതൽ തന്നെ ആളുകൾ അമർനാഥ്, മാനസ സരോവർ, കൈലാസ്, ഹേമാകുണ്ട് സാഹിബ് എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നു. ഇത് പിന്നീട് പിൽഗ്രിം സെൻറ്റേഴ്സായി മാറി. അടുത്തത് സെക്കൻഡ് ഫേസ് ഓഫ് ടൂറിസം. 19th സെഞ്ച്വറിയിലാണ് സെക്കൻഡ് ഫേസ് ഓഫ് ടൂറിസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ ഈ ഒരു ക്ലൈമറ്റ് വളരെയധികം സ്യൂട്ടബിൾ ആണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഇവിടെ റിസോർട്ട് ടൗൺസ് ഫോം ചെയ്യുകയും ചെയ്തു. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിഘട്ട്, മസൂറി തുടങ്ങിയ നൈനിറ്റാൾ തുടങ്ങി ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് വന്നു. തേർഡ് സ്റ്റേജ് ഓഫ് മോഡേൺ ടൂറിസം ആഫ്റ്റർ ദ കോൺക്വസ്റ്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ് ആണ് തേർഡ് സ്റ്റേജ് ഓഫ് ടൂറിസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷെർപ്പ ടെൻസിംഗ് നോർഗെ ആൻഡ് എഡ്മണ്ട് ഹിലാരി 29 മെയ് 1953 മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയതിനു ശേഷമാണ് തേർഡ് ഫേസ് ഓഫ് മോഡേൺ ടൂറിസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് അഡ്വഞ്ചർ ടൂറിസം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മൗണ്ടനിയറിംഗ്, പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് തുടങ്ങിയ അഡ്വഞ്ചറസ് ടൂറിസത്തിന് പിന്നീട് തുടക്കമായി. അങ്ങനെ ഇന്ന് ലോകത്ത് ടൂറിസം സാധ്യതകൾ വളരെയധികം ഉള്ള ഒരു പ്രദേശമാണ് ഹിമാലയ. ആളുകളെ വളരെയധികം അട്രാക്ട് ചെയ്യുന്ന, സാഹസികതയ്ക്ക് വളരെയധികം ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഇടമായി മാറിയിരിക്കുന്നു നമ്മുടെ ഹിമാലയ. ടെൻസിംഗ് നോർഗെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ ശരിയാണ്. അതായത് മൗണ്ടൻസ് ആർ നോട്ട് ഹിൻഡ്രൻസസ്, ദേ ആർ ഡോർസ് ടു ദ ഔട്ടർ വേൾഡ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.